ഡോക്സ് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ചില പഴയ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ആൾക്കാർ ഇപ്പം സിനിമയിൽ നിന്ന് സജീവമോ അല്ലാതിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിനകത്തുനിന്ന് പണ്ടത്തെ ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു പ്രമുഖനായിട്ടുള്ള ഒരു സംവിധായകൻ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് മമ്മൂക്ക നായകനായിട്ടും ലാലേട്ടനെ അതിഥി താരമായിട്ട് വരുന്ന ഒരു സിനിമയ്ക്കകത്ത് ലാലേട്ടൻ്റെ ഒരു പ്രധാനപ്പെട്ട സീൻ വെട്ടിമാറ്റണമെന്ന് മമ്മൂക്ക പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അനാവശ്യമായിട്ടുള്ളൊരു വിവാദം ഉണ്ടാക്കി വെക്കുകയും പിന്നീട് പലരും കാലങ്ങൾക്ക് ശേഷവും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ട്. ഇപ്പം മറ്റൊരു ഡയറക്ടർ ആലപ്പി അഷറഫ് തന്നെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് കുറച്ച് നാളിന് മുമ്പ് അദ്ദേഹം പറയുണ്ടായി, ആറാം തമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണനും രഞ്ജിത്തും തമ്മിലുണ്ടായിരുന്ന ഒരു പ്രശ്നത്തിനെ കുറിച്ചും രഞ്ജിത്ത് ഒടുവിൽ ഉണ്ണികൃഷ്ണനെ മർദ്ദിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുണ്ടായി. അതിന് പിന്നീട് ശാന്തിവിള ദിനേശ് വളരെ രൂക്ഷമായിട്ടുള്ള ഒരു ഭാഷയിലാണ് ആലപ്പി അഷറഫിനെതിരെ രംഗത്ത് വന്നത്. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആലപ്പി അഷറഫ് മമ്മൂക്കയെക്കുറിച്ച് എനിക്കൊന്നും അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പം മറ്റേ നമ്മുടെ ചില ന്യൂസ് പുറത്തുവിടുന്ന ചില ഇതിനകത്താണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് കാണാനിടയായത്. മമ്മൂക്കയെക്കുറിച്ച്, അതായത് മമ്മൂക്കയെ രാജ്യസഭയിലേക്ക് അയക്കണമെന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് താല്പര്യം ഉണ്ടായിരുന്നെന്നും മമ്മൂക്കയ്ക്ക് അതിനോട് യാതൊരു യോജിപ്പും ഉണ്ടായിരുന്നില്ലെന്നും മമ്മൂക്ക അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മമ്മൂക്കയുടെ ഒരു വിശ്വസ്തനെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് അയച്ചെന്നും മുഖ്യമന്ത്രിയുടെ അടുത്ത് അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെച്ച് തന്നെ ആ ഒരു വിശ്വസ്തൻ മമ്മൂക്കയെ വിളിക്കുകയും മുഖ്യമന്ത്രിയുടെ മുന്നിലിരുന്നുകൊണ്ടാണ് ആ വിശ്വസ്തൻ മമ്മൂക്കയെ വിളിക്കുന്നതെന്ന് അറിയാതെ മമ്മൂക്ക മുഖ്യമന്ത്രിക്കെതിരെ എന്തൊക്കെയോ മോശമായിട്ട് രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ എന്തൊക്കെയോ സംസാരിച്ചെന്നും പിന്നീട് അത് ഈ പറഞ്ഞ കണക്ക് മുഖ്യമന്ത്രി അതോടുകൂടി അസ്വസ്ഥനായെന്നും ഒക്കെ പറയുന്നത് കേട്ട് പിന്നീട് അത് കഴിഞ്ഞിട്ട് കുറച്ച് മമ്മൂക്ക ഇത് മറ്റാരോ പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ളൊരു വിവരം അറിയുകയും മമ്മൂക്ക മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നത് കേട്ട് ഇത് മിക്ക ആളുകൾക്കും ഉള്ള ഒരു പരിപാടിയാണ്. അതായത് സിനിമയിൽ നിന്ന് മാറി നിന്നതിന് ശേഷം എങ്ങനെങ്കിലും കുറച്ച് 4 പേരുടെ മുന്നിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ മുന്നിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ചില ആൾക്കാരെ വലിച്ച് അതിനകത്തോട്ട് കൊണ്ടുവരിക. അതുതന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു സംവിധായകനും ഇപ്പോഴത്തെ ആലപ്പി അഷറഫും. എനിക്ക് തോന്നുന്നു ആലപ്പി അഷറഫ് ഒരു പക്ഷേ ഇനി വീണ്ടും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ രഞ്ജിത്തിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് വിവാദമാക്കാത്ത എനിക്ക് തോന്നുന്നു ശാന്തിവിള ദിനേശിൻ്റെ ശക്തമായിട്ടുള്ള ഒരു താക്കീതിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പം നേരെ മറിച്ച് മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക ആരെന്ത് പറഞ്ഞാലും അദ്ദേഹം പ്രതികരിക്കത്തില്ലല്ലോ. കാര്യം അതേ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളയുന്നതല്ലാതെ പ്രതികരിച്ച് അതൊരു വഷളാക്കി വലിയ വിവാദമാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അത് താല്പര്യപ്പെടാത്തത് കൊണ്ട് ആർക്കും അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും പറയാം. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. കാര്യം രാജ്യസഭാ സീറ്റിലേക്ക് മമ്മൂക്കയ്ക്ക് താല്പര്യമില്ല. അതായത് പല മാധ്യമങ്ങളും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ CPMൻ്റെ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് മമ്മൂക്ക രാജ്യസഭയിൽ എത്തുമെന്നൊക്കെ പറഞ്ഞ് കേട്ടെങ്കിൽ പോലും നമുക്കറിയാം മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സിനിമയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവവായു അല്ലെങ്കിൽ ജീവശ്വാസം എന്ന് പറയുന്നത്. കാര്യം സിനിമയെക്കാട്ടിലും വലുതായിട്ട് മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നുമില്ല. അപ്പം മമ്മൂക്കയ്ക്ക് ഈ പറഞ്ഞ കണക്ക് രാജ്യസഭ MP ആവാനോ അല്ലെങ്കിൽ ലോകസഭയിലേക്ക് ഒരു MP ആയിട്ട് പോകാനോ അല്ലെങ്കിൽ നിയമസഭയിലേക്ക് ഒരു MLA ആയിട്ട് പോകാനോ അത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളല്ല മമ്മൂക്ക. ആ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഉന്നതങ്ങളിലിരിക്കുന്ന ആളുകൾക്കും പ്രത്യേകിച്ച് ശ്രീ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. പിന്നെ ആരെങ്കിലുമൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ ചോർത്തി കൊടുക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എവിടുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ചില വാക്കുകൾ ചുരണ്ടിയെടുത്ത് ചില ആൾക്കാർ വികസിപ്പിച്ചൊരു വലിയ കഥയാക്കി കൊണ്ടുവരും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഭാഗമായിട്ട് മമ്മൂക്കയെ കൂടെ കാര്യം ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ കണക്ക് ഒരു ചാഞ്ഞ മരത്തിൽ ആർക്കും ഓടിക്കയറാമെന്ന് പറഞ്ഞ കണക്ക് മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യത്തിനകത്ത് പ്രതികരിച്ച് വഷളാക്കാൻ താല്പര്യമില്ലാത്ത ആളായതുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ രണ്ട് മൂന്നിടത്ത് ഞാൻ കണ്ടു ഇത്തരത്തിലുള്ള ഒരു ചാനൽ പല ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളിനകത്ത് ഉള്ള ഇത് 2-3 ഞാനിത് കാണാനിടയായി. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യമായിട്ട് ഞാനിത് കാണുന്നുള്ളൂ. കാര്യം ഈ ആലപ്പി അഷറഫ് ആയാലും ആരായാലും കാര്യം അവർക്ക് പറയാൻ മറ്റൊരുപാട് വിഷയങ്ങളുണ്ടാവും അവരുടെ സിനിമാ ജീവിതവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ മുകേഷ് സ്പീക്കിംഗ് പോലുള്ളതിനകത്ത് മുകേഷ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നതല്ലാതെ വല്ലോടത്തും ഇരിക്കുന്ന ആളുകളെക്കുറിച്ച് അദ്ദേഹം രസകരമായിട്ട് പറയും. പക്ഷേ അത് കൂടുതൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ആളുകളെ കൂടുതൽ വിവാദത്തിലേക്ക് വലിച്ചഴക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പക്ഷേ ഈ ആലപ്പി അഷറഫിനെ പോലുള്ള ആൾക്കാർ ഇതുപോലുള്ള ആൾക്കാർ അതായത് ആൾക്കാർ അറിയപ്പെടാതെ പോയ അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് വലിച്ചഴച്ച് മറ്റുള്ളവരെ നാണം കെടുത്താനും അല്ലെങ്കിൽ മറ്റുള്ളവരെ വിഷമിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള പരിപാടി തുടർന്നുകൊണ്ട് പോകരുതെന്ന് മാത്രമാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.